സുധാസിന്ധോർമധ്യേ സുരവിടവിവാടീ പരിവൃതേ മണിദ്വീപേ നീപോപവനവതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ചേ പരമശിവപര്യങ്കനിലയാം ഭജന്തി ത്വാം ധന്യാ കതിജനചിതാനന്ദലഹരീം. ഓം ശ്രീലളിതാംബികായൈ നമഃ. സുമേരുമധ്യശൃംഗസ്ഥാ ശ്രീമന്നകരനായിക ചിന്താമണിഗൃഹാന്തസ്ഥാ പഞ്ചബ്രഹ്മാസനസ്ഥിതാ മഹാപത്മാടവീ സംസ്ഥാ കദംഭവനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമധായിനി. മഹാമേരുപർവ്വതത്തിൻ്റെ മധ്യശൃംഗത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ശ്രീമത്തായ നഗരത്തിന് നായികയായിട്ടുള്ളവളും ചിന്താമണിഗൃഹത്തിൽ വസിക്കുന്നവളും പഞ്ചബ്രഹ്മാസനത്തിലിരിക്കുന്നവളും മഹാപത്മങ്ങൾ നിറഞ്ഞ കാട്ടിൽ സ്ഥിതി ചെയ്യുന്നവളും കദംബവനത്തിൽ വസിക്കുന്നവളും സുധാസാഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളും കാമാക്ഷിയും കാമദായിനിയുമാണ് ശ്രീ ലളിതാ പരമേശ്വരി. സുമേരുമധ്യശൃംഗസ്ഥ, മഹാമേരുപർവ്വതത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. സുമേരുപർവ്വതത്തിൻ്റെ മധ്യത്തിൽ ത്രികോണാകൃതിയിൽ ബ്രഹ്മവിഷ്ണു മഹാദേവന്മാരുടെ ആസ്ഥാനമായി 3 പർവ്വതങ്ങളുണ്ട്. ഈ പർവ്വതങ്ങളുടെ മധ്യത്തിലായി 4മതൊരു പർവ്വതം കൂടിയുണ്ട്. ഇതാണ് സുമേരുമധ്യശൃംഖം. ശ്രീചക്രത്തിലെ സർവാനന്ദമയ ചക്രത്തിലാണ് ദേവിയുടെ ഇരിപ്പിടം. മനുഷ്യശരീരം മേരുവായെടുത്താൽ സഹസ്രാര ചക്രത്തെയും സുമേരുമധ്യശൃംഖമായി കണക്കാക്കാം. ശ്രീമന്നഗരനായിക, ശ്രീനഗരത്തിൻ്റെ നായികയായിരിക്കുന്നവൾ. ശ്രീചക്രം തന്നെയാണ് ശ്രീനഗരം. ചിന്താമണിഗൃഹാന്തസ്ഥ, ചിന്താമണിഗൃഹത്തിൽ വസിക്കുന്നവൾ. ആഗ്രഹിച്ചതെല്ലാം നൽകുന്ന രത്നമാണ് ചിന്താമണി. അപ്പോൾ ചിന്താമണിഗൃഹത്തിൽ വസിക്കുന്ന ദേവി എന്തെല്ലാം ഭക്തന് നൽകില്ല? ചിന്തയാകുന്ന മണിഗ്രഹത്തിൽ വസിക്കുന്നവൾ എന്നും ഈ നാമത്തിന് അർത്ഥമെടുക്കാം. ചിന്താമണി ഒരു മന്ത്രം കൂടിയാണ്. അപ്പോൾ മന്ത്രത്തിൽ കുടികൊള്ളുന്നവൾ എന്നും അർത്ഥം. പഞ്ചബ്രഹ്മാസനസ്ഥിത, 5 ബ്രഹ്മാക്കളാൽ തീർക്കപ്പെട്ട മഞ്ചത്തിൽ ഇരിക്കുന്നവൾ. ഈ മഞ്ചത്തിൻ്റെ 4 കാലുകൾ ബ്രഹ്മ, വിഷ്ണു, രുദ്ര, ഈശ്വരൻ എന്നിവരാണ്. ഇരിപ്പിടം സദാശിവൻ. സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹാദികളായ പഞ്ചകൃത്യങ്ങൾക്ക് കാരണക്കാരായ ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നീ ബ്രഹ്മാക്കൾ തങ്ങളുടെ പഞ്ചകൃത്യങ്ങൾക്ക് ശക്തി നേടുന്നത് ദേവിയുടെ കൃപ കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ പഞ്ചപ്രേതങ്ങളായി ചുരുങ്ങും. പഞ്ചപ്രേതാസനാസീന, പഞ്ചപ്രേതമഞ്ചാതിശായിനി എന്നീ നാമങ്ങൾ പിന്നീട് വരുന്നുണ്ട്. മഹാപത്മാടവീ സംസ്ഥ, മഹാപത്മങ്ങൾ നിറഞ്ഞ കാട്ടിൽ വസിക്കുന്നവൾ. ചിന്താമണിഗൃഹത്തിൻ്റെ മധ്യത്തിലാണ് ഈ വനം എന്ന് പറയപ്പെടുന്നു. മഹാപത്മാടവി സഹസ്രാരപത്മം കൂടിയാണ്. അപ്പോൾ ബ്രഹ്മരന്ധ്രത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥം. മഹാപത്മം വളരെ ഉന്നതമായ ആനകളുടെ വംശം കൂടിയാണ്. കദംബവനവാസിനി, കദംബവനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ചിന്താമണിഗൃഹത്തിന് സമീപം കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ തോട്ടവും കദംബവൃക്ഷങ്ങൾ നിറഞ്ഞ ഉപവനവുമുണ്ട്. കദംബവനം എന്ന നാമത്തിൽ അംബ എന്ന പദം അടങ്ങിയിട്ടുള്ളത് ശ്രദ്ധിക്കുക. സുധാസാഗര മധ്യസ്ഥ, സുധാസമുദ്രത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. രുദ്രയാമള തന്ത്രപ്രകാരം ചിന്താമണിഗൃഹം സുധാസാഗരത്തിലാണെന്ന് പറയപ്പെടുന്നു. ഈ സുധാസാഗരം സഹസ്രാരപത്മത്തിന് മധ്യത്തിലാണ്. ഇതിനെ സുധാസിന്ധു എന്ന് പറയുന്നു. കാമാക്ഷി, കമനീയങ്ങളായ മനോഹരങ്ങളായ കണ്ണുകളുള്ളവൾ. ക എന്നത് സരസ്വതിയെയും മാ എന്നത് ലക്ഷ്മിയെയും കുറിക്കുന്നു. സരസ്വതിക്കും ലക്ഷ്മിക്കും ജന്മം നൽകിയവൾ എന്നും ഈ നാമത്തിന് അർത്ഥമെടുക്കാം. കാമദായിനി, കാമങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ദാനം ചെയ്യുന്നവൾ. കാമേശ്വരനോട്, ശിവനോട് ദായിനിയായി
അവകാശിയായിരിക്കുന്നവൾ, ഉപാസകൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നവൾ എന്നർത്ഥം. കദംഭവനവാസിനി, കാമാക്ഷി, കാമദായിനി എന്നീ നാമങ്ങളിൽ ക എന്ന ബീജാക്ഷരം ശ്രദ്ധിക്കുക. ദേവർഷിഗണസംഘാതസ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്തശക്തിസേനാ സമന്വിത സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടികോടിഭിരാവൃത. ദേവന്മാരുടെയും ഋഷിമാരുടെയും സമൂഹത്താൽ സ്തുതിക്കപ്പെട്ട ആത്മവൈഭവത്തോടു കൂടിയവളും ഭണ്ഡാസുരവധത്തിന് തയ്യാറെടുക്കുന്ന ശക്തിസേനയോടുകൂടിയവളും സമ്പൽക്കരീ ദേവിയുടെ നിയന്ത്രണത്തിലുള്ള ആനപ്പടയാൽ സേവിക്കപ്പെടുന്നവളും അശ്വാരൂഢാദേവിയുടെ അധീനത്തിലുള്ള കോടിക്കണക്കിന് കുതിരകളാൽ ചുറ്റപ്പെട്ടവളുമാണ് ശ്രീ ലളിത പരമേശ്വരി. ദേവർഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവ. ദേവഗണങ്ങളുടെയും ഋഷിമാരുടെയും സമൂഹത്താൽ സ്തുതിക്കപ്പെട്ട ആത്മവൈഭവത്തോടു കൂടിയവൾ. ഈ നാമം മുതൽ ഭണ്ഡാസുരനുമായുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ സൂചിതമാകുന്നു. സംഘാതം എന്ന പദത്തിന് നരകം എന്നർത്ഥവുമുണ്ട്. നരകദുഃഖ നിവാരണത്തിനായി ദേവർഷിഗണങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവൾ എന്നർത്ഥം. ഭണ്ഡാസുരവധത്തിനായി ദേവർഷികളാൽ സ്തുതിക്കപ്പെട്ടവൾ എന്നും അർത്ഥമെടുക്കാം. ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത. ഭണ്ഡാസുരവധത്തിന് തയ്യാറെടുക്കുന്ന ശക്തിദേവതകളുടെ സേനയോടുകൂടിയവൾ. ഭണ്ഡാസുരൻ്റെ ജന്മത്തെക്കുറിച്ചും ഭണ്ഡാസുരവധത്തിനായി ജന്മമെടുത്ത ലളിതാ പരമേശ്വരിയെക്കുറിച്ചും പൂർവ്വഭാഗത്ത് പറഞ്ഞത് ഓർക്കുക. ആത്മാവിനെ ദേഹവുമായി ബന്ധിപ്പിച്ച് ക്ലേശിപ്പിക്കുന്ന വാസനാഫലങ്ങളെയും മറ്റും ആണവമലം എന്നു പറയുന്നു. ഭണ്ഡശബ്ദം കൊണ്ട് ഈ ആണവമലത്തെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഭണ്ഡാസുരവധം ഉപാസകൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നതാണ്. ആത്മാവിൻ്റെ മോചനത്തിന് ആ വധം അത്യാവശ്യമാണ് താനും. ലളിതാ പരമേശ്വരിക്ക് മാത്രമേ അതിന് കഴിയുകയുമുള്ളൂ. ഉപാസകൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്ന ദിവ്യഗുണങ്ങൾ തന്നെയാണ് ഈ ശക്തിസേനകൾ. ആത്മാവിനെ മോചിപ്പിക്കാനൊത്തുകുന്ന ഈ ദിവ്യഗുണങ്ങൾ ദേവിയുടെ തന്നെ വ്യത്യസ്ത ഗുണഗണങ്ങളാണ്. സമ്പൽക്കരീ സമാരൂഢ സിന്ധുരവ്രജ സേവിത. സമ്പൽക്കരീ ദേവിയുടെ നിയന്ത്രണത്തിലുള്ള ആനപ്പടയാൽ സേവിക്കപ്പെടുന്നവൾ. ലളിതാദേവിയുടെ ആനപ്പടയെ നയിക്കുന്നത് സമ്പൽക്കരീ ദേവിയാണ്. എല്ലാ സമ്പത്തിനും സുഖലോലുപതയ്ക്കും അതീശ്വരിയാണ് സമ്പൽക്കരീ ദേവി. ലളിതാദേവിയുടെ കയ്യിലുള്ള അങ്കുശം ആനത്തോട്ടിയിൽ നിന്നാണ് സമ്പൽക്കരീ ദേവിയുടെ ജനനം. രണകോലാഹലൻ എന്ന ആനയുടെ പുറത്താണ് ദേവി ഇരിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങളാണ് ആനകൾ എന്ന് വ്യാഖ്യാനിക്കാം. യുദ്ധത്തിൽ ദുർമദ എന്ന അസുരനെ വധിച്ചത് സമ്പൽക്കരീ ദേവിയാണ്. അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത. അശ്വാരൂഢാദേവിയുടെ അധീനതയിലുള്ള കോടിക്കണക്കിന് കുതിരകളാൽ ചുറ്റപ്പെട്ടവൾ. ലളിതാദേവിയുടെ കുതിരപ്പടയെ നിയന്ത്രിക്കുന്നത് അശ്വാരൂഢാദേവിയാണ്. അപരാജിത എന്ന കുതിരയുടെ പുറത്താണ് ദേവി ഇരിക്കുന്നത്. ലളിതാദേവിയുടെ കയ്യിലുള്ള കയറിൽ നിന്നാണ് അശ്വാരൂഢാദേവിയുടെ ജനനം. അശ്വാരൂഢ എന്ന പദത്തിന് കുതിരപ്പുറത്ത് കയറിയവൾ എന്നർത്ഥം. പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നതാണ് കുതിരകൾ. യുദ്ധത്തിൽ മായാവിയായ കുരുന്താസുരനെ വധിച്ചത് അശ്വാരൂഢാദേവിയാണ്. ആസുരീയ ശക്തികളുമായുള്ള ദൈവീക ശക്തിയുടെ ഈ യുദ്ധം ഉപാസകൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നതാണ്. പാരിൽ ക്ലിപ്തം ശിവൻ ശക്തിയുമലർശരനും ഭൂമിയും പിന്നെയർക്കൻ താരാധീശൻ സ്മരൻ ഹംസവുമതഹരിയും പിൻപരാ കാമനിന്ദ്രൻ. ഓരോ ഹ്രീങ്കാരമീ മൂന്നിനുമൊടുവിലുദിക്കുമ്പൊഴീ വർണ്ണജാലം നേരെ നിൻ നാമധേയത്തിനു ജനനി പെടുന്നംഗമായി ഭംഗമന്യേ.